ദുഃഖവെള്ളി, നമുക്കിഷ്ടമില്ലാത്ത ദുഃഖം കളയാം, വെള്ളി എടുക്കാം. കാരണം ഇപ്പോൾ വെള്ളിക്കും സ്വർണ്ണത്തിനാണ് ഡിമാൻഡുള്ളത്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് വെള്ളി വേണം സ്വർണ്ണം വേണമെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും പറയും ഞങ്ങൾക്ക് സ്വർണ്ണം മതി. കാരണം ഇപ്പോൾ വിലയുള്ളത്, മൂല്യമുള്ളത്, ശോഭയുള്ളത് സ്വർണ്ണത്തിനാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ വാങ്ങിയ സ്വർണം കൊണ്ടുപോയി ഏതെങ്കിലും സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ കൊടുത്തു നോക്ക്, അയാളത് നേരെ തീക്കകത്തിടും. കാരണം ഏതെങ്കിലും ചെളി ഉണ്ടെങ്കിൽ ചെളി പോകാനും, അല്ലെങ്കിൽ അതിന് മാറ്റ് കുറവാണെങ്കിൽ, മൂല്യം കുറവാണെങ്കിൽ അതിന് ഉരുക്കി അയാൾ 916 മാറ്റും. മനുഷ്യർക്ക് എങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണ് ദൈവത്തിന് സ്വർണം മാത്രം മതി. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം പറയാം. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല, ആർക്കും ഇഷ്ടമല്ല. ഇനി ഇങ്ങനെ സ്വീകരിച്ചാൽ മാത്രം പോരാ, ഈ ഞെരുക്കുന്ന ദൗർഭാഗ്യത്തിൽ ശാന്തത കൈവെടിയരുത്. അതായത് പിറുപിറുക്കരുത്, പ്രാകരുത്, ശപിക്കരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, വചനം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പറയാണ്, സ്വർണം അഗ്നിയിലൂടെയാണ് ശുദ്ധി ചെയ്യുന്നത്, അത് നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് സഹനത്തിന്റെ തീച്ചൂളയിൽ ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. അതായത് നിങ്ങളിപ്പോൾ സഹനത്തിന്റെ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ ദൈവം സെലക്ട് ചെയ്തു, തെരഞ്ഞെടുത്തു എന്നർത്ഥം. അല്പകാലത്തേക്കുള്ള സഹനത്തിന് നിങ്ങൾ തന്നെ ശാന്തതയോട് വിട്ടുകൊടുത്താൽ ദൈവം നിങ്ങളെ ആഭരണമാക്കി കഴുത്തിലണിയും. ദുഃഖവെള്ളിയുടെ എല്ലാ ആശംസകളും. ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കട്ടെ. നല്ലൊരു ജീവിതം ആശംസിക്കുന്നു.